സച്ചിനെ എവിടെയെങ്കിലും ഓട്ടം പോയതായിരിക്കും. എന്നാ അവൻ അതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? നേരെ എത്രയെന്നാ വിചാരം? തിരക്കിനിടയിൽ മറന്നുപോയതായിരിക്കുമെന്നേ. എന്ത് തിരക്കാ? ഒരു വണ്ടി ഓടിക്കുന്നു എന്നല്ലാതെ അവൻ ഇന്ത്യൻ പ്രധാനമന്ത്രി വല്ലതും ആണോ? നമുക്കൊരു ലൈഫ് തുടങ്ങാൻ ഇതിനേക്കാൾ പറ്റിയൊരു സ്ഥലം വേറെയില്ല. ദൈവമേ, ഈ ഗൂഗിൾ എന്തിനുള്ള പുറപ്പാടാ? ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹവുമായിട്ട് നിൽക്കുന്ന ഗൂഗിളിനോട് എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയേ ഞാൻ സമൃദ്ധയല്ല അർച്ചനയാണെന്ന് എങ്ങനെ പറയും? ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? മഞ്ഞ് പൊഴിയുന്ന ഡാൽ തടാകത്തിലൂടെ നമുക്കൊരുമിച്ച് ബോട്ടിങ് പോകണം. ഗുൽമാർഗ് പോയിന്റില്ലേ, നമുക്കൊരുമിച്ച് മഞ്ഞ് വീഴുന്ന കാണണം. ഈശ്വര, ഗൂഗിളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ മട്ട. എന്തു പറയുന്നു? ഈ ടൂർ പാക്കേജ് ഇഷ്ടപ്പെട്ടോ? ഈ ഷാള് ആ യാത്രയിൽ തനിക്ക് ഉപകാരപ്പെടും. ഇപ്പം മനസ്സിലായോ ഞാനത് വാങ്ങിയത് എന്തിനാണെന്ന്? മനസ്സിലായി. ആ, താനും ഇങ്ങനൊരു യാത്ര ആഗ്രഹിച്ചിരുന്നില്ലേ? എന്താടോ തനിക്കൊരു സന്തോഷമില്ലാത്തേ? എനിക്ക് സന്തോഷായി. ആ, ഞാൻ പോയി ഇന്ന് ഭക്ഷണം എടുത്തു വെക്കാം. ഗൂഗിള് ഫ്രഷ് ആവാ. സച്ചി, അമ്മ വിളിക്കുന്ന കണ്ടില്ലേ? ഫോൺ എടുക്ക്. എന്താ സച്ചി ഇത്? ഇങ്ങനെ ഫോൺ എടുക്കാതിരുന്ന അവര് ടെൻഷൻ ആവില്ലേ? എടുത്ത് എന്തെങ്കിലും ഒന്ന് പറ. എടുത്തിട്ട് എന്ത് പറയാനാ വയ്ക്കലേ? സത്യം പറഞ്ഞ അവർക്കത് താങ്ങാൻ കഴിയില്ല. നുണ പറയാൻ എനിക്ക് വയ്യ. എന്താ നുണ പറയാൻ? സച്ചി എന്താ എന്നെ ഒന്ന് മറച്ചു വെക്കുന്നേ? അത് പിന്നെ ഹൗസ് ഓണർ വന്ന് വാടകയ്ക്ക് പ്രശ്നം ഉണ്ടാക്കി. എങ്ങനെയെങ്കിലും വാടക ഒപ്പിക്കാന്ന് പറഞ്ഞാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ പലരോടും ചോദിച്ചു, ഒന്നും നടന്നില്ല വയ്ക്കലേ. ബിജുക്കുട്ടനാ സാധാരണ ഇങ്ങനെയുള്ളപ്പോ സഹായിക്കാറ്. പക്ഷെ ഇപ്പൊ അവന്റെ കയ്യിലും ഇല്ല. സച്ചിക്ക് ഞാനത്ര അന്യാണോ? പലരോടും ചോദിച്ചിട്ടും എന്നോട് മാത്രം എന്താ കാര്യം പറയാതിരുന്ന്? ബിജുക്കുട്ടനോടുള്ള അടുപ്പം പോലും എന്നോടില്ലെന്നാണോ? എന്താ വക്കീൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? സച്ചിയുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആളല്ലേ ഞാൻ. എന്നിട്ടും ഈ കാര്യം മാത്രം എന്താ എന്നോട് പറയാതിരുന്നേ? സത്യത്തിൽ ഇപ്പോഴാ സച്ചിയോട് എനിക്ക് ദേഷ്യം തോന്നുന്നു. ഈ പണം വാടക കൊടുക്കാൻ തികയും അമ്മയുടെ കയ്യിൽ കൊടുത്താൽ മതി. ഞാൻ തന്നതാന്ന് പറയണ്ട. വേണ്ട വക്കീലേ, മര്യാദക്ക് കേസ് നടത്താനുള്ള ഫീസ് തരാൻ പോലും പറ്റുന്നില്ല. പിന്നെ കാശുകൂടി കടം വാങ്ങാൻ നിന്നാ അതെങ്ങനെ ശരിയാവും? ആർക്കും ഇനിയും കൂടുതൽ കടക്കാരനാവാൻ വയ്യ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അല്ല ദുരഭിമാനം കാണിക്കേണ്ടത്, മനസ്സിലായോ? ഞാൻ ഈ പണം തരുന്നത് വെറുതെ ആണെന്ന് കരുതണ്ട. കടമായിട്ട് കൂട്ടിയാ മതി. കേസൊക്കെ ജയിച്ച് സ്വത്തൊക്കെ തിരിച്ചു കിട്ടി കഴിയുമ്പോ ഇതും കൂടി ചേർത്ത് എന്റെ ഫീസിന്റെ കൂടെ ഇങ്ങ് തന്നാ മതി. ഞാനത് വാങ്ങിച്ചോളാം. ഇനി ഭക്ഷണം ഓർഡർ ചെയ്യട്ടെ? വെയിറ്റ്. സച്ചി ഇതെവിടെ പോയി കിടക്കുക? രാവിലെ ഇറങ്ങിപ്പോയതാ. നേരെ എത്രയായി? ഒന്നുകിൽ നേരത്തെ വീട്ടിൽ വരണം, അല്ലെങ്കിൽ എവിടെങ്കിലും ഓട്ടം പോവാണെങ്കിൽ ഒന്ന് വിളിച്ചു പറയാമെങ്കിലും ചെയ്യണ്ടേ? അമ്മ എന്താ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? എന്തു പറ്റി? ഇനി എന്ത് പറ്റാനാ? വീട്ടിലിരിക്കുന്നവരുടെ ഉള്ളിലെത്തി ബാക്കിയുള്ളവർക്കാർക്കും അറിയണ്ടല്ലോ. അമ്മ ആരുടെ കാര്യം ഈ പറയുന്നേ? നിന്റെ ഏട്ടന്റെ കാര്യം തന്നെയാ പറഞ്ഞത്.
സച്ചേട്ടന് എവിടെയെങ്കിലും ഓട്ടം പോയതായിരിക്കും. എന്നാ അവൻ അതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? നേരെ എത്രയെന്നാ വിചാരം? തിരക്കിനിടയിൽ മറന്നുപോയതായിരിക്കുമെന്നേ. എന്ത് തിരക്കാ? ഒരു വണ്ടി ഓടിക്കുന്നു എന്നല്ലാതെ അവൻ ഇന്ത്യൻ പ്രധാനമന്ത്രി വല്ലതും ആണോ? കുറെ നേരം കൊണ്ട് ഞാൻ വിളിക്കുക, അവനൊന്ന് ഫോൺ എടുക്കുകയും ചെയ്യണ്ടേ? അമ്മ ഒരു കാര്യം ചെയ്, ആരതി ചേച്ചി ഒന്ന് വിളിച്ചു നോക്ക്. നമ്മളോട് പറഞ്ഞില്ലേലും എവിടെയും പോയാൽ ആരതി ചേച്ചിയോട് പറയാതിരിക്കില്ല. ആ. സച്ചിന്റെ കഴിക്കാത്തെ? കഴിക്കാൻ തോന്നുന്നില്ല. എന്റെ സച്ചി, ഈ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറ്റ്. എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ, എല്ലാം നേരെയാവും. പക്ഷേ എന്തെങ്കിലും തൊണ്ടയും താഴോട്ട് ഇറങ്ങണ്ടേ? എന്റെ കൺമുമ്പിൽ നിറയെ എപ്പോഴും എന്റെ അർച്ചനയും മോളുവോ? ഇത്ര അടുത്തുണ്ടായിട്ടും എന്റെ പൊന്നുമോളെ ഒന്ന് വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് മോളെന്ന് വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ വക്കീലെ. സച്ചി, 10 വർഷം കാണാമറയത്തായിരുന്ന അർച്ചനയും മോളും ഇപ്പൊ സച്ചിയുടെ കൺമുന്നിലെങ്കിലും ഉണ്ടല്ലോ. ദൂരെ നിന്നെങ്കിലും സച്ചിക്ക് അവരെ കാണാമല്ലോ. അതിൽ സന്തോഷിക്കല്ലേ വേണ്ടേ? അധികം താമസിയാതെ അവര് സച്ചിയുടെ അടുത്തെത്തും. പക്ഷേ ഗോകുൽ സാർ ഒന്ന് കാണാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. ഗോകുൽ സാറിന്റെ ഈ വാശിയൊക്കെ മാറും. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. അതുവരെ സച്ചി ഒന്ന് ക്ഷമിച്ചാ മാത്രം മതി. അമ്മയാ, എടുക്കട്ടെ? വേണ്ട, ഞാൻ കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വിളിച്ചോളാം. സാരല്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹലോ അമ്മേ. ആ, മോളെവിടെയാ? ആ, ഞാനിപ്പോ ഒരു റെസ്റ്റോറന്റിലെ അമ്മേ. സച്ചിമ്മ മോളുടെ കൂടെ ഉണ്ടോ? ആ, അത് സച്ചി കൂടെ ഇല്ലമ്മേ. അപ്പൊ മോളിന്ന് സച്ചിയെ കണ്ടതേ ഇല്ലേ? സച്ചിയെ ഞാൻ രാവിലെ കണ്ടിരുന്നു. എന്താമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മോളെ. എന്താണെന്ന് ചോദിച്ചിട്ട് അവനൊന്നും തുറന്നു പറയുന്നുമില്ല. രാത്രിയിലൊക്കെ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്ത് നടക്കുന്ന കാണും. അവന്റെ കാര്യം ഓർത്തിട്ട് എനിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല. എനിക്കത് വല്ലാത്ത പേടി തോന്നുന്നു മോളെ. അമ്മ വിഷമിക്കണ്ട, ഞാൻ സച്ചിയോട് സംസാരിച്ചോളാം. അവനെങ്ങനെ മോളെ വിളിക്കുകയാണെങ്കിലേ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണേ മോളെ. അമ്മ വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ശരി മോളെ.